ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ലഞ്ച് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ചിക്കനാണ് കിട്ടിയത്. ചിക്കൻ ആദ്യം കിട്ടിയപ്പോൾ തന്നെ വൃത്തിയാക്കി വെച്ചായിരുന്നു. ചിക്കൻ കറിക്കും നെയ്ച്ചോറിനും വേണ്ടിയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെക്കുന്നത്. അത് ആവശ്യത്തിനെടുത്ത് പേസ്റ്റാക്കി വെച്ചതിന് ശേഷം ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഗ്രാമ്പു പട്ട ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാളയും ചേർത്ത് മിക്സ് ആക്കുക. കുറച്ച് നേരം അടച്ചു വയ്ക്കുക. 2 മിനിറ്റിന് ശേഷം രമ്പയിലയും തക്കാളിയും ഇട്ട് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ പെരുംജീരകപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഉപ്പിടാൻ മറന്നു പോയായിരുന്നേ, ഉപ്പ് ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വയ്ക്കുക. ചിക്കൻ അവിടെ ഇരുന്ന് വെന്തോട്ടെ. നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസാല ഉണ്ടാക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയും ഇട്ടതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് തൈരും ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സാക്കുക. മിക്സാക്കിയതിന് ശേഷമാണ് കറിവേപ്പില ഇടാൻ മറന്നുപോയി. ഇനി അത് വേറെ പാത്രത്തിലാക്കിയതിന് ശേഷം നമ്മുടെ ചിക്കൻ കറി ഏത് പരുവായി നമുക്ക് നോക്കാം. നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കുക. നമുക്കിനി കുറച്ച് നേരം അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് നെയ്ച്ചോറിന് ആവശ്യമായ നമുക്ക് അരി എടുക്കാം. അരി അളന്നെടുത്തതിന് ശേഷം ഞാനിവിടെ 3 നാഴി അരിയാണ് എടുത്തത്. നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം ഞാനുണ്ടാക്കുന്നത് വെള്ളം തിളപ്പിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് ഞാനിവിടെ തിളപ്പിക്കുന്നത്. ഈ വെള്ളം ഇവിടെ കിടന്ന് തിളക്കട്ടെ. നമ്മൾ ചിക്കൻ കറി എന്തായാലും പോയി നോക്കാം. ചിക്കൻ കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിവിടെ മല്ലിപ്പൊടി അവസാനമാണ് ഇട്ട് കൊടുക്കുന്നത്. 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് അത് നന്നായിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് 1 മിനിറ്റും കൂടെ അടച്ച് വയ്ക്കുക. 1 മിനിറ്റിന് ശേഷം തുറന്ന് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നമ്മൾ ചിക്കൻ കറി ഇറക്കാം. നമ്മൾ ചിക്കൻ കറി റെഡിയായി. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിന് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഇട്ട് നന്നായിട്ട് വറുത്ത് കോരുക. അരിഞ്ഞു വച്ചിരിക്കുന്ന സവാളയും വറുത്ത് നന്നായിട്ട് കോരിയെടുക്കുക. ഇതിന് വെച്ചാൽ ആവശ്യമായ തക്കാളി, സവാള, പച്ചമുളകാണ്. ആ നെയ്യിലേക്ക് സ്പൈസസ് ഇട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരിയിട്ട് യോജിപ്പിക്കുക. തീ സ്ലിമ്മിൽ വെച്ചിട്ടാണ് യോജിപ്പിക്കാനുള്ളത്. യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സാക്കി അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചതിന് ശേഷം മസാല തടവിയ ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. എയർ ഫ്രൈയിലാണ് ഉണ്ടാക്കുന്നത്. ഓയിൽ സ്പ്രേ ചെയ്തതിന് ശേഷം മസാല പുരട്ടിയ ചിക്കൻ അതിലേക്ക് വയ്ക്കുക. എല്ലാം അതിലേക്ക് വെച്ചതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടി ഒരു വട്ടം കൂടെ സ്പ്രേ ചെയ്യുന്നുണ്ട്. 15 മിനിറ്റും 20 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആ 15 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി. ഫ്രൈ ചെയ്തത് നന്നായിട്ട് ഓയിലില്ലാത്ത ചിക്കനാണ് ഇത്. നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടാവേ.
നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വറുത്ത് കോരിയതിൽ അതിലിട്ടതിന് ശേഷം കുറച്ച് മല്ലിയിലയും വിതറുക. എല്ലാവരും ചോറൊക്കെ കഴിച്ചു. നമ്മുടെ സ്പെഷ്യൽ ഇതാണേ. എല്ലാവരും കമൻറ്റ് ചെയ്യണേ ഇന്ന് എന്തൊക്കെയാണെന്ന് എല്ലാവരും വലിയ സ്പെഷ്യലെന്ന്. ഞാൻ കുറച്ച് ചോറും ചിക്കൻ കറിയും പപ്പടവും കുറച്ച് തൈരും എടുത്തിട്ടുണ്ടായിരുന്നേ. ഇതിൽ പപ്പടം പൊരിച്ചത് എടുക്കാൻ വേണ്ടി വിട്ടുപോയേ. ചിക്കനൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു. എയർ ഫ്രൈയിൽ പൊരിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നാളെ വേറൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ബായ്.